എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് എരിശ്ശേരിയാണ്. സദ്യകളിലും മറ്റ് സാധാരണ ദിവസങ്ങളെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് മത്തങ്ങയും വൻപയറും വെച്ചിട്ടുള്ള എരിശ്ശേരി. അപ്പോൾ ഇത് അധികം എരിവില്ലാതെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളും നല്ല മുതിർന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അതിനുവേണ്ടി 1 കപ്പ് വൻപയർ ഞാനിവിടെ കുതിർത്ത് എടുത്തതാണ്. ഇത് നമ്മൾ തലേദിവസം രാവിലെ വെക്കാനാണെങ്കിൽ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. അപ്പോൾ ഇത് വേവാനൊക്കെ പെട്ടെന്ന് ഈസി ആയിരിക്കും. അതിനുവേണ്ടിയാണ് അത് ഞാൻ എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് മൂടി കിടക്കേണ്ട രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 വിസിൽ വരുന്നത് വരെ കുക്കറൊന്ന് അടച്ചു വെച്ച് നമുക്ക് ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പം വൻപയർ ഒരുപാട് വെന്ത് പോകാതെ സൂക്ഷിക്കണം. അതിലേക്ക് ഇടേണ്ട മത്തങ്ങ ഇത് ഞാൻ ഒരു 1/2 കിലോ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞ്. പിന്നെ മസാലകളാണിതൊക്കെ: മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും തേങ്ങയും പച്ചമുളകൊക്കെ കൂടിയാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ വെച്ചിരിക്കുന്ന പയർ 2 വിസിൽ വന്നപ്പോഴത്തേനും ഏകദേശം കുക്കായിട്ടുണ്ട്. ഒരു പകുതി വെന്താൽ മതിയാവും. പകുതി വെന്ത പയറിലേക്ക് നമ്മൾ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങയുടെ പീസസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ഉപ്പാണ്, അതോടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം മത്തങ്ങ ഇട്ടതിന് ശേഷം ഒരൊറ്റ വിസിലും കൂടെ വന്നാൽ മതിയാകും. നമ്മൾ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ കുറച്ച് സമയം കൂടുതലെടുക്കും. അപ്പം അതാകുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ മസാലകളെല്ലാം റെഡിയാക്കിയെടുക്കാം. മുളകും ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാമൊക്കെയാണ് ഇതിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഇട്ട് തേങ്ങയും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം, ഞാൻ മഞ്ഞൾപ്പൊടി അതിനകത്ത് ചേർത്തിട്ടില്ല, അതുകൊണ്ട് അരപ്പിൻ്റെ കൂടിയാണ് ചേർക്കുന്നത്. അപ്പോൾ 1 കപ്പ് തേങ്ങയുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട, ഒരു 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്താൽ മതിയാകും. അരഞ്ഞു പോകരുത്, അതൊരു തരിതരിപ്പോട് കൂടി വേണം നമുക്കതൊന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ മത്തങ്ങയും പയറും ഒക്കെ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഞാനത് കുക്കറിൽ നിന്ന് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം കുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിനാണ്. ഇച്ചിരി വട്ടമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇതിനകത്തേക്ക് മാറ്റിയിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ഒരേതുള്ള കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഓവറായി പോകരുത്, ചാറ് പോലെ. ഈ ഒരു പരുവ് മതിയാകും. ഇതൊന്ന് കുക്കായി തണുത്ത് വരുമ്പോഴത്തേനും നല്ല കട്ടിയിൽ കിട്ടും. അപ്പം ഈ സമയം കൊണ്ട് നമ്മുടെ ഉപ്പ് ഇതിനകത്ത് എത്രയുണ്ടെന്ന് നോക്കണം. കുറവോ കൂടുതലോ എന്നൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കണം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി കുറവായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലൊരു തിള വന്നതിന് ശേഷം കണ്ടോ, ഇത്രയും മതിയാവും. ഈ ഒരു തിള വന്നതിന് ശേഷം നമുക്കിതിനകത്ത് വറവ് ഇടുകയാണ് ചെയ്യേണ്ടത്. അപ്പം വളരെ സിമ്പിളാണ്, ഈസിയാണ്, രുചിയിലോ അപാരം തന്നെ. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് 1 പ്ലേറ്റ് ചോറ് തിന്നാൻ പറ്റും. അപ്പം ഞാനത് വേറൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് വറവ് ചേർക്കണം. അതിനുവേണ്ടി 2 സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ടതിന് ശേഷം വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2-3 കഷ്ണം ചുവന്നുള്ളി കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പിലയും തേങ്ങയും കൂടിയാണ്. ഒരു 2 സ്പൂൺ തേങ്ങ. എരിശ്ശേരിക്ക് തേങ്ങയൊക്കെ വറുത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്ന കറിവേപ്പിലും കണ്ടോ, ബസ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് എരിശ്ശേരിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു പുതിയ ചട്ടിക്കകത്തോട്ട് ഞാൻ ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇതാ നമ്മുടെ പറഞ്ഞ സമയം കൊണ്ട് എരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഓണത്തിനൊക്കെ സ്പെഷ്യലായിട്ട് നമ്മുടെ ഇലയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റം തന്നെയാണ് എരിശ്ശേരിയും പുളിശ്ശേരിയും അവിയലൊക്കെ. അപ്പോൾ ഇത് ഓണത്തിനെന്നല്ല, നമുക്ക് എല്ലാ സദ്യകളിലും മിക്കവാറും കാണും. അല്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും സ്കൂൾ ടിഫിൻ ബോക്സ് വെക്കണം. മത്തങ്ങയുടെ ആ രുചി, ആ മധുരവും ആ ഒരു ടേസ്റ്റ് എല്ലാം കൂടി ആകുമ്പോഴത്തേനും നല്ല രുചിയാണ് കേട്ടോ. അതിപ്പം കഴിച്ചവർക്കും വെച്ചവർക്കൊക്കെ അറിയാം അതിൻ്റെ രുചി. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല.
അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ സൂപ്പർ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.